ഹലോ വെൽക്കം ടു മൈ ചാനൽ. കൂട്ടുകാരെല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ചെടികളുടെ വിശേഷങ്ങളിലേക്ക് പോയാലോ. അപ്പോൾ അതേ സ്നേക്ക് പ്ലാന്റിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാ കണ്ടോ സ്നേക്ക് പ്ലാന്റ്സ്. അപ്പോൾ ഇതിൽ ഇഷ്ടം പോലെ ബേബി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. 1 2 3 4 ചുറ്റോടും ബേബി പ്ലാന്റ്സ് ആണ് കേട്ടോ. ഈ അമ്മയുടെ കൂടെ 4 കുഞ്ഞു മക്കൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവരെ ഓരോരുത്തരായിട്ട് പുറത്തെടുക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ മുമ്പ് ഉണ്ടായിരുന്നതാണ് കേട്ടോ സ്നേക്ക് പ്ലാന്റ്. ഞാൻ ഇതുപോലെ നല്ലൊരു പോട്ടിലൊക്കെ ആക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ടേബിളിലൊക്കെ ഇതുപോലെയൊക്കെ വെക്കാൻ നല്ല അടിപൊളിയാണല്ലേ. പിന്നെ ഇതിന് വലിയ കയറിങ്ങല്ല, ഒട്ടും കയറിങ്ങ് വേണ്ടാത്തൊരു ചെടിയാണ്. ചുമ്മാ കൊണ്ടുവന്ന് വെച്ചാൽ മതി, അതവിടെ തന്നെ വളർന്നോളും. അങ്ങനത്തെ ഒരു നല്ലൊരു സ്നേക്ക് പ്ലാന്റാണ്. ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 1-2 പ്രാവശ്യം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. മണ്ണിലൊന്ന് ചെറുതായിട്ടൊന്ന് കുഴിച്ചിട്ടാൽ മതി. ബാക്കി കാര്യം ഇവനെത്തി. അതാണ് ഇതിന് പറ്റിയ നല്ല അടിപൊളി സിമ്പിൾ ചെടി. പക്ഷേ എല്ലാവർക്കും ഒരുപാട് പേർക്ക് ഇത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ പിന്നെ ഇതുപോലെ കുഞ്ഞ് ചെടികളൊക്കെ ഇതുപോലെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ള പോട്ടിലൊക്കെ വെച്ച് കൊടുക്കാം. അടിപൊളിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ബേബി പ്ലാന്റ്സ് ഒക്കെ ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. ഇതിന് കൂടുതലും മണലാണ് കേട്ടോ നല്ലത്. മണ്ണും മണലും കൂടി മിക്സ് ചെയ്ത ഒരു മിശ്രിതമാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിന് മണലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടോ, മണലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം നമുക്കിങ്ങനെ ചുറ്റോട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ബേബി പ്ലാന്റ്സിൻ്റെ വേരൊക്കെ ഒന്ന് പൊട്ടാണ്ട് നല്ല വൃത്തിക്ക് കിട്ടണ്ടേ. അപ്പോൾ നന്നായിട്ടൊന്ന് കുതിരട്ടെ. നമ്മുടെ അമ്മ പ്ലാന്റ്സിനെ ഒന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ വേണം നമുക്ക് ബേബി പ്ലാന്റ്സിന് എടുക്കണം അല്ലേ. അപ്പോൾ പിന്നെ കുറച്ച് നേരം വെള്ളമൊക്കെ ഒഴിച്ച് ഇവിടെ കുതിരട്ടെ. ഇതിൻ്റെ ഇടയിൽ നമുക്ക് മണൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റോട്ടിൽ നിന്ന് കിട്ടി എനിക്ക് മണലാണ് കേട്ടോ. നല്ല സൂപ്പറല്ലേ. അങ്ങനെ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇനി മതി കേട്ടോ. ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി ഒന്നും ഞാൻ ചെയ്യണില്ല. സ്നേക്ക് പ്ലാന്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്നും വേറെ ഒരു വളവും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ചുമ്മാ മണ്ണായാലും മതി കേട്ടോ. അപ്പോൾ മണ്ണോ മണലിലോ ഒക്കെ നമ്മൾ വെച്ച് കൊടുത്താൽ മതി. അതവിടെ തന്നെ വളർന്നോളും. ഒരു കയറിങ്ങും ആവശ്യമില്ലാത്തൊരു അടിപൊളി പ്ലാന്റാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റ്. അപ്പോൾ അതിനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പതക്കെ നമുക്കൊന്ന് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഒന്ന് പതക്കെ അങ്ങനെ ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെ പതക്കൊന്ന് ഇതിനൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ മറ്റു ചെടികൾക്കൊന്നും കുഴപ്പമില്ലാത്ത രീതിയിലൊന്ന് പിടിച്ച് പതക്കൊന്നൊന്ന് ഇളക്കി എല്ലാത്തിനും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിൻ്റെ പെട്ടെന്നൊന്ന് പതക്കൊന്ന് നമുക്ക് എടുക്കാമേ. ആൾ നല്ല കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരെണ്ണം കിട്ടി. അതേ നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ആളെ നമുക്ക് എടുക്കാം. ഒന്ന് കാണിക്കേ. അങ്ങനെ പതക്കെ നമ്മുടെ ബേബി പ്ലാന്റ്സിൻ്റെ അമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് നമ്മൾ എടുക്കാൻ നോക്കണേ കേട്ടോ. അടുത്ത ആളെയും കിട്ടിയിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പ്ലാന്റ്സ് കിട്ടി നമുക്ക്. കണ്ടോ. ഇനി അടുത്ത ആളെയും കൂടി എടുത്താലോ. അവനെ നമുക്ക് പതക്കെ ഒന്ന് എടുക്കാം. ഇങ്ങനെ പൊട്ടിച്ച് പതക്കെ. അടുത്ത ആളെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 പേരെ എടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയേ കണ്ടോ. ഇനി ഇതാക്കണം നമ്മുടെ കുഞ്ഞൻ പ്ലാന്റ് ഇതായിരിക്കുന്നു. കണ്ടോ. അത് പാവത അവിടെ ഇരുന്നോട്ടെ എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് കൂട്ടായിട്ട് ഒന്ന് ഇരുന്നോട്ടെ. അപ്പോൾ അമ്മയ്ക്ക് വേര് ഇനൊന്നും ഇളക്കം തട്ടാണ്ട് ഒന്നും കൂടി ഒന്ന് ഞാൻ മണ്ണൊന്നിട്ട് കൊടുത്ത് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞ് പ്ലാന്റ് ഉണ്ടല്ലോ, അവൻ അവിടെ ഇരുന്നോട്ടെ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആൾ കുറച്ച് നാളും കൂടി അവിടെ നിന്ന് ഇരിക്കട്ടെ. 1 മണി കഴിഞ്ഞിട്ടൊക്കെ എടുക്കാമെന്ന് തോന്നി കേട്ടോ. അപ്പോൾ ഇവർ 2 പേരും അമ്മയും കുഞ്ഞും മാത്രം ഒറ്റയ്ക്ക് അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ഇവർ സെറ്റായിട്ടുണ്ട്. ആ വേരിന് അടക്കമുള്ളതൊക്കെ ഒന്ന് ഞാൻ ഒന്നും കൂടി ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് സെറ്റാക്കി ഇവന്മാർക്ക് ഒത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് ശരിയായിക്കോട്ടെ. വേരിനൊക്കെ ഒന്ന് ഇളക്കം പറ്റിത്തായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് അവരൊന്നും അവിടെ ഇരുന്നോട്ടെ. കണ്ടോ. അപ്പോൾ ഈ അമ്മയെയും ഈ കുഞ്ഞിനെയും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ബാക്കിയുള്ള കുഞ്ഞു പ്ലാന്റ്സ് നോക്കിയാലോ. കണ്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ 4 ബേബി പ്ലാന്റ്സ് ഉണ്ടെങ്കിലും ഞാൻ 3 എണ്ണത്തിനെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരാളെ അവിടെ കൂട്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് ഇതിലൊരെണ്ണത്തിന് ഞാൻ വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഇനി ഒന്ന് എടുത്ത് ചെറിയൊരു ഫോട്ടോ എടുത്തിട്ട് അതിലേക്ക് വെക്കാം. ഇതേ പോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പോട്ടാണ് എടുത്തേക്കണത്. എന്നിട്ട് അതിലേക്ക് ചെറുതായിട്ടൊന്ന് കല്ലുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കല്ലുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ മണ്ണും മണലും പിന്നെ ഇത്തിരി വേപ്പിൻ പിണ്ണാക്ക് ഇട്ടെന്ന് പറഞ്ഞല്ലേ.
അതിനെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി ഇതാ ഇട്ടിട്ട് ഇതിൽ ആരെയാണ് വെക്കേണ്ടത്? ഇത്തിരി വലിപ്പം കൂടി ഇതാ ഇട്ടാൻ തോന്നുന്നുണ്ട്. അപ്പം ഇതിനെ എടുത്തിട്ട് ഇതാ ഈ കുഞ്ഞി ബേബി പ്ലാന്റിനെ എടുത്തിട്ട് ഞാനിതിലേക്ക് ഇറക്കി വെക്കാൻ പോവാണ് കേട്ടോ. നല്ലൊരു ഓക്സിജൻ പ്ലാന്റ് ആണ് കേട്ടോ. മിക്ക വീടുകളിൽ ഇത് കാണും. അധികം കയറിങ് ഒന്നും ആവശ്യമില്ലാത്ത കാരണം പിന്നെ അതല്ല കാണാൻ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരുപാട് ചെടികൾ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. എന്നാലും അതിൽ പറ്റി നമ്മുടെ നല്ലൊരു സ്നേക്ക് പ്ലാന്റ് അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. ഇതാ വെച്ചു. ഇനി ഇവനങ്ങ് ഉണ്ടായിക്കോളൂ കേട്ടോ, ഒന്നും നോക്കണ്ട. ഇതാ വീടിനകത്തൊക്കെ വെക്കാൻ നല്ല പ്ലാന്റാണ് കേട്ടോ. അത് നല്ല ലുക്കാണത്. ടേബിളിനെയോ സിറ്റ് ഔട്ടിലോ ഒക്കെ നമുക്ക് വെക്കാം, പുറത്തും വെക്കാം. അകത്തും പുറത്തും ഒരുപോലെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് കേട്ടോ. ഇതിന് ഒത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് നല്ലൊരു വൈറ്റ് പോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു പോട്ടൊക്കെ ഭംഗിയുള്ളത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതിന് വേറൊരു വെറൈറ്റി ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതാ കണ്ടോ, ഇതാ കണ്ടില്ലേ, ഇതാ കണ്ട. ഇതുപോലെ ഒത്തിരി ഇങ്ങനെ ഉണ്ടായി കാണാൻ നല്ല ഭംഗിയാണല്ലേ, കണ്ട. അപ്പോൾ ഇത് നോക്കി, ഇതുപോലൊരു വൈറ്റ് പോട്ട്. ഇപ്പം എൻ്റെ കയ്യിലൊരു വൈറ്റ് പോട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് വെക്കുകയാണ്. ഇതാ ഇതിനെടുത്ത് ഒന്ന് അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ നല്ല ഭംഗിയില്ലേ. നമ്മുടെ കയ്യിൽ മുൻപ് ഉണ്ടായിരുന്നത് പോട്ട് കേട്ടോ, കണ്ട. ഇതങ്ങനെ അങ്ങ് മുമ്പിൽ നമ്മുടെ സൈഡിലോ സിറ്റ് ഔട്ടിലോ എന്താ വേണമെങ്കിൽ അടുക്കളയുടെ ജനാലയ്ക്ക് സൈഡിൽ ഒക്കെ നമുക്ക് വെച്ച് കൊടുത്താൽ നല്ലൊരു പോസിറ്റീവ് ലുക്കാണ് കേട്ടോ. ഈ സ്നേക്ക് പ്ലാന്റ് നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം നമുക്ക് കിട്ടും ഇതൊക്കെ കാണുമ്പോൾ. പിന്നെ അത് മാത്രമല്ല, ചെടികൾക്കിടയിൽ ഇങ്ങനെ നമുക്ക് നിൽക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബ് ഒന്ന് വേറെ തന്നെയാണ് അല്ലേ. അപ്പം നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നോക്കി നമ്മുടെ സ്നേക്ക് പ്ലാന്റ് കണ്ടോ, ഇത് ഇതുപോലെ നീളത്തിലുള്ളത് നേരത്തെ കാണിച്ചത് റൗണ്ട് ചെയ്തിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ നല്ല നീളത്തിലുള്ളതാണ്. ഇതിലിപ്പോൾ നോക്കിയേ ഈ ചട്ടി നിറച്ചും ഇങ്ങനെ ഒക്കെ ഇങ്ങനെ ഇതൊക്കെ കണ്ട ഒക്കെ പൊട്ടി മുളച്ച് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ. ഇനി ഇതിന് സ്പേസ് ഇല്ല. അപ്പോൾ നമുക്കൊന്ന് ചട്ടി മാറ്റി വേറെ പോട്ട് കണ്ടെത്തിയിട്ട് അതിനൊന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. ഇത് ഓക്കെ, ഇതൊക്കെ നന്നായിട്ട് വലിയ പോട്ടായതുകൊണ്ട് ഇതിലെല്ലാം നന്നായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഇതിനെ കണ്ടോ, ഇതിന് നന്നായിട്ട് ഒരുപാടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇത്തിരി വെള്ളം നേരത്തെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് കുതിരാനായിട്ട് ഒന്ന് ഒഴിച്ച് വെച്ച് ഇതാ ഇത്തിരി നേരം സമയമെടുത്ത് നമുക്ക് അപ്പോഴേക്ക് ഇതിന് വേണ്ട കാര്യങ്ങൾ മണ്ണും എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കതൊക്കെ ചേർത്ത് ശരിയാക്കാം കേട്ടോ. ഇതിൽ ഞാൻ എടുത്തേക്കണത് മണലാണ് കേട്ടോ. എന്താ മണൽ, നമുക്ക് റോട്ടിലൊക്കെ കിട്ടുന്ന മണലുണ്ടല്ലോ, ആ മണലാണ് എടുത്തേക്കണത്. പിന്നെ ഇത്തിരി ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ വേപ്പിൻ പിണ്ണാക്കാണ് നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, അതായത് ഞാനിപ്പോൾ കരി സാഫാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ഏതായാലും മതി. അപ്പോൾ വേപ്പിൻ പിണ്ണാക്കില്ലാത്ത കാരണം ഞാൻ ഇത് സാഫാണ് കേട്ടോ ഇട്ടത്. ഇതെല്ലാം കുടിച്ചൊന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോഴേക്കും ഇതാ ഈ പോട്ടിൽ വെക്കാനാണ് ഞാൻ നോക്കണത്. ഇത് കണ്ടോ, നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതെടുത്തിട്ട് വെക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കല്ലുകൾ ഇതിൻ്റെ ഇതല്ല ഓട്ടത്തിലേക്ക് ഇത്തിരി കല്ലുകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെയുള്ള കല്ലുകളൊക്കെ ഓടിൻ്റെ കഷ്ണങ്ങളോ അങ്ങനെയൊക്കെ ആയിട്ടുള്ളത് വലിയ ചരലുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് ഇതിൻ്റെ ഓട്ടയിലേക്ക് വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്കിതാ നമ്മളിപ്പോൾ ആക്കി വെച്ചിട്ടുണ്ടല്ലോ ആ മണലും ഇതൊക്കെ ഉള്ള മണ്ണൊക്കെ ഉള്ള മിശ്രിതം ഉണ്ടല്ലോ, അത് നമുക്കതിലേക്ക് ഇടാം. ഞാനിപ്പോൾ ഇത്തിരി കുറച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് ചെടിയിലേക്ക് വയ്ക്കുമ്പോൾ ഇടാം. ഇത്ര ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഈ ചെടി ഉണ്ടല്ലോ അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാകും. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം എടുക്കാം. ഇത് കുറേ നാളായിട്ടായിരിക്കുന്നത്. ഇത് നമുക്ക് കിട്ടാൻ അത്ര നല്ല എളുപ്പമൊന്നുമല്ല. അങ്ങനെ ജാമായിരിക്കുകയാണ് ചട്ടിയിൽ. അങ്ങനെ ആകെ നല്ല ഫിറ്റായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് പതക്കൊന്ന് വലിച്ചെടുക്കാം. എനിക്ക് കിട്ടാൻ ഇത്തിരി പ്രയാസമാണ് കേട്ടോ. അപ്പോൾ കാരണം കുറേ നാളായി ഇതിൽ ഇങ്ങനെ എന്താ പറയുക, അത്രയും തിക്കായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ ഒരു സ്പേസും ഇല്ല. ഇനി അടുത്ത ചെടിക്ക് പൊട്ടി മുളച്ച് വരാനുള്ള സ്പേസ് ഇതിലില്ല, മൊത്തം എടുത്തേക്കണം അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മൊത്തം ജാമായി.
അപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ പതക്കെ നമുക്ക് ചെരിച്ച് കൊടുത്തിട്ട് ചട്ടിയിൽ ഇങ്ങനെ എടുത്ത് ചെരിച്ച് കൊടുത്ത് പതക്കെ ഓരോ വശവും തട്ടി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് കുലുക്കി നമുക്കൊന്ന് പതക്കെ ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, ഇതാണ് നമ്മുടെ സംഭവം. ആഹാ, ഇതൊക്കെ കണ്ടോ മൊത്തത്തിൽ അവരുടെ വേരൊക്കെ പൊട്ടി ഒന്ന് കാണിച്ചാൽ വേരൊക്കെ പൊട്ടിയത് കണ്ട് ഇപ്പുറത്തുനിന്നും അവിടെ നിന്നൊക്കെ ഇങ്ങനെ വരാൻ ശ്രമിക്കുന്നുണ്ട്. അതേ കണ്ട അടുത്തത് പൊട്ടി മുളച്ച് വരാൻ നോക്കുകയാണത് ഒന്ന് പുറത്തേക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ സ്നേക്ക് പ്ലാന്റിന് വേരിന് കോട്ടം തട്ടാണ്ട് നമുക്ക് പതക്കെ ഒന്ന് എടുക്കാം. ബാക്കി നമുക്ക് ഇതിലേക്ക് തന്നെ വെക്കാം കേട്ടോ. ഇതിലേക്ക് തന്നെ വെക്കാം. ഇതെന്ന് വെച്ചിട്ടാ ഇതിലേക്ക് വെക്കാം. അപ്പോൾ ഒത്തിരി ഒരു പ്ലാന്റിനെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. പതക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ അതാ ഒരുവിധം മല്ലിട്ടിട്ട് നമുക്ക് ഒരു ചെടീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ വേരോട് കൂടിയിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ ഇവനെ കിട്ടിയിട്ടുണ്ട്. നമുക്കതിന് മാറ്റി വയ്ക്കാം. വേറൊരു പോട്ടിലേക്ക് നമുക്ക് നല്ല നീളമുണ്ട്. അപ്പോൾ നമുക്ക് വലിയൊരു പോട്ടിലേക്ക് വെക്കാൻ പറ്റിയ ഒരു സ്നേക്ക് പ്ലാന്റാണത്. അപ്പോൾ അതിനോട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഇപ്പം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതുപോലെ ഒരു വലിയൊരു ചെടിയിട്ടെ ഇതിനും എല്ലാത്തിനേക്കാളും നല്ല നീളമുള്ള ചെടി തന്നെയാണ് നമ്മളിതിൽ നിന്ന് മാറ്റിയിട്ട് പറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് വേറൊരു പൊട്ടിലേക്ക് വെക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ഇതിൽ സെറ്റ് ആവും തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് കുറച്ച് മണ്ണൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ. നമുക്ക് വേരിന് കുഴപ്പമില്ലാണ്ട് കുറച്ച് മണ്ണൊക്കെ എടുത്ത് മാറ്റാം. നമുക്ക് ഓൾറെഡി ഇതിൽ കുറച്ച് മണ്ണുണ്ട്. പിന്നെ നമുക്കിതിന് വെച്ചിട്ട് ഇതാക്കണ്ടോ ഇങ്ങനെ ഒന്ന് പതക്കെ വെച്ച് നോക്കാം. അപ്പോൾ ഇതൊന്ന് ശരിക്കും എടുത്ത് കാണിക്കും. അപ്പോൾ ഇങ്ങനെ ഇതിലേക്ക് നമ്മൾ വെച്ചു. ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മൾ മണ്ണലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, മണലും പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ട് ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ചാണകപ്പൊടിയൊക്കെ അതൊക്കെ നമുക്കൊന്ന് ഇതിലേക്കൊന്ന് സെറ്റാക്കി ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. എല്ലാത്തിലേക്കും ആക്കി കൊടുത്ത് ഒന്ന് ഉറപ്പിക്കാം. അപ്പോൾ ഇത് നമുക്ക് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പോട്ടിലേക്ക് ഇറക്കി വയ്ക്കാം കേട്ടോ. ഒന്ന് പടക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഇറക്കി വെച്ചു. കണ്ടോ ഇതാ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ നമുക്കൊരു ചെടിയും കൂടി എടുക്കാം. ഞാനെനിക്ക് നല്ല തിക്കായിട്ട് കാണുന്നതാണ് ഇഷ്ടം. അപ്പോൾ മറ്റേ നമ്മൾ കുഞ്ഞ് പോട്ടല്ലേ അതിൽ നിന്ന് ഭയങ്കരമായിട്ട് വല്ലാണ്ട് തിക്കായിട്ട് ഇരിക്കുന്ന സ്ഥലമില്ലാണ്ട് ഇരിക്കുന്ന കണ്ടപ്പോൾ പിന്നെ മാറ്റിയതാണ്. അപ്പോൾ പിന്നെ ഈ പോട്ടിലേക്ക് വെച്ചു. ഒരു ചെടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വേറൊരു ചട്ടിയിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ 2 തരത്തിലുള്ള സ്നേക്ക് പ്ലാന്റും വേറെ ദിവസങ്ങളായിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.